റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി നസ്ലു ബിൽ മുനാസിബി എന്നാണ്. നസ്ലു ബിൽ മുനാസിബി എന്നിട്ട് ബ്രാക്കറ്റിൽ കുറച്ച് അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്, അറബി അക്കങ്ങൾ അല്ലേ. ഇവിടെ 8ആണ്, പിന്നെ 13 ഉണ്ട്, 15, 20. ഇതിൻ്റെയൊക്കെ അറബിയിൽ അങ്ങനെ പറയും എന്നുള്ളത് താഴത്തുണ്ട്. അത് ഓരോന്ന് നോക്കിയിട്ട് താഴത്തേക്ക് എടുത്ത് ഇതാണ് വേണ്ടത്. ഒന്നാമത്തേത് ഇഷ്റൂൻ എന്നാണ് അല്ലേ. അഷറ 10, ഇഷ്റൂൻ എന്ന് പറഞ്ഞാൽ 20ആണ്. അപ്പോൾ 20 എന്നുള്ളത് മുകളിലുണ്ടല്ലോ, അത് താഴേക്ക് എടുത്ത് ഇതാണ് ഒന്നാമത്തേത്. അപ്പോൾ 20 ഇവിടെ ഇത് എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മോഡലുണ്ടായത് കൊണ്ട് തെറ്റാൻ ചാൻസ് ഇല്ല. അല്ലാതെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ 2 ഉള്ളത് നേരെ തിരിച്ച് 6 എഴുതും. പിന്നെ പുള്ളി വലത് സൈഡിൽ ഇടേണ്ടത് ചിലപ്പം ഫസ്റ്റ് ഇടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. രണ്ടാമത്തേത് ഹംസത്ത അഷറ എന്നാണ്. ഹംസത്ത അഷറ, ഹംസത്ത പറഞ്ഞാൽ 5ആണ്, അഷറ 10ആണ്. അപ്പോൾ ഹംസത്ത അഷറ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 അല്ലേ. 15 ഇവിടെ ഉണ്ട്. ഇതാണ് രണ്ടാമത്തേത്. അപ്പോൾ 15 എഴുതാം. പിന്നെ മൂന്നാമത്തേത് എന്താണ്? സമാനിയത്തുൻ. സമാനിയത്തുൻ ഇങ്ങനെ എണ്ണിയാൽ അറിയാം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ. 8ആണല്ലോ. അതാണ് മൂന്നാമത്തെ ഉത്തരം. അപ്പോൾ ഇവിടെ 8 എന്ന് എഴുതാം. ഇനി നാലാമത്തത് സലാസത്ത അഷറ എന്നാണ്. സലാസത്ത അഷറ, സലാസത്ത പറഞ്ഞാൽ 3ആണ്, അഷറ 10ആണ്. അപ്പോൾ 13. അതാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്. അപ്പോൾ അതാണ് നാലാമത്തത്. 13 എഴുതുമ്പോൾ ഈ 3 എഴുതുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ എഴുതാറുണ്ട്, അത് തെറ്റാണ്. 13 ശ്രദ്ധിക്കുക എഴുതുമ്പോൾ. ഇനി രണ്ടാമതൊരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? നുക്കമ്മിൽ ബിൽ മുനാസിബി മിനൽ ഖൗസൈൻ. നുക്കമ്മിലു ബിൽ മുനാസിബി മിനൽ ഖൗസൈൻ. ബ്രാക്കറ്റിൽ നിന്ന് വിട്ട ഭാഗം പൂർത്തീകരിക്കാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഒന്നാമത്തെ ചോദ്യം അൽ ഖലമു, പേന. ഇനി ഡാഷ് അൽ ജൈബി എന്ന് ഇവിടെ ഉണ്ട്. ജൈബ് പറഞ്ഞാൽ പോക്കറ്റ്, കീശ എന്നൊക്കെ പറയാം. അപ്പോൾ പേന പോക്കറ്റ് എന്ന് ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ പറയൽ എന്താണ് പറയൽ? പേന പോക്കറ്റിലാണ് എന്നല്ല പറയേണ്ടത്. അപ്പോൾ പോക്കറ്റിൽ എന്നുള്ളൊരു വാക്ക് വരണം. അതിന് ഫീ ആണോ ഉപയോഗിക്കുക അതോ മാ ആണോ ഉപയോഗിക്കുക? ഫീ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫീ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇവിടെ ഫീ എന്ന് കൊടുത്താൽ ആ സെൻറ്റൻസ് കറക്റ്റായി. അൽ ഖലമു ഫിൽ ജൈബി, പേന പോക്കറ്റിലാണ്. അർത്ഥം അങ്ങനെ ആവും. രണ്ടാമത്തത് ഡാഷ് ദാരിസത്തുൻ എന്നാണ്. ദാരിസത്തുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി, പെണ്ണാണ്. അപ്പോൾ ഇവിടെ അൻതുണ്ട്, അൻതി ഉണ്ട്. അൻത എന്ന് പറഞ്ഞാലും നീ എന്നാണ്, അൻതി എന്ന് പറഞ്ഞാലും നീ എന്നാണ്. നീ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താ ഉണ്ടാവുമ്പോൾ അത് പെണ്ണാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതാണ് ഉപയോഗിക്കുക? അൻതിയാണ് ഉപയോഗിക്കുക, അൻതി. ഇവിടെ ദാരിസത്തുൻ എന്നുള്ളിടത്ത് ദാരിസുൻ എന്നാണെന്ന് വിചാരിച്ചോളൂ. ഇല്ല. അപ്പോൾ അത് വിദ്യാർത്ഥി ആണാണ്. അപ്പോൾ ഏതാ കൊടുക്കുക? അൻതയാണ് കൊടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അൻതി, ഇല്ലെങ്കിൽ അൻത. അപ്പോൾ ഇവിടെ നമുക്ക് അൻത എന്ന് എഴുതാം. അപ്പോൾ കറക്റ്റായി. എങ്ങനെ? അൻതല്ല, അൻതി എന്ന് എഴുതാം. അൻതി ദാരിസത്തുൻ, നീ വിദ്യാർത്ഥിനിയാണ് എന്നായി അർത്ഥം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തത് അൽ വലതു, ആൺകുട്ടി, ഡാഷ് ഇലൽ മദ്രസത്തി. അൽ വലതു, ആൺകുട്ടി, ഡാഷ് ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. ഇവിടെ യദ്ഹബു എന്നുണ്ട്, തദ്ഹബു എന്നുണ്ട്. പോകും എന്ന് തന്നെയാണ് അർത്ഥം. രണ്ടും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അൽ വലതു. അൽ വലതു പറഞ്ഞാൽ ആണാണ്, ബോയാണ് അല്ലേ. ആണായതുകൊണ്ട്
യദ്ഹബു ആണോ തദ്ഹബു ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആണാവുമ്പോൾ യദ്ഹബു ആണ് ഉപയോഗിക്കുക, യദ്ഹബു. അപ്പോൾ എങ്ങനെ വരും? അൽ വലതു യദ്ഹബു ഇലൽ മദ്രസത്തി, ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു. ഇനി അൽ വലതു എന്നുള്ളിടത്ത് ആണ് മാറിയിട്ട് അവിടെ പെണ്ണാന്ന് വിചാരിച്ചോളിയും. ഒരു ഉദാഹരണം, അൽ ബിന്തു എന്നാണെന്ന് വിചാരിച്ചോളിയും. അപ്പോൾ യദ്ഹബു മാറിയിട്ട് തദ്ഹബു ആവും. അത് ശ്രദ്ധിച്ചാൽ മതി. ആണാണെങ്കിൽ യാ എന്നുള്ള അക്ഷരം വരും, പിന്നെ പെണ്ണാണെങ്കിൽ ത എന്നുള്ള അക്ഷരം. അതൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി നാലാമത്തത് ഹാദാ ഇബ്നുൻ, ഇത് ഒരാൺകുട്ടിയാണ്, ഒരു മകനാണ്. ഇനി അവൻ ഡാഷ് ദാരിസുൻ, അവൻ, ഇവിടെ അവൻ എന്നുള്ളത് വരണം, അവൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ ആണാണ് അല്ലേ, ഇബ്ന് ആണാണ്. ഇനി അപ്പോൾ ഹുവയാണ് കൊടുക്കേണ്ടത്. ഹുവ അവൻ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർന്നാണ്. ഇവിടെ ആകെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ഇബ്നു എന്ന് പറഞ്ഞ ഒരാളുള്ളല്ലോ. അപ്പോൾ ഹുവയാണ് കൊടുക്കേണ്ടത്, ഹുവ. ഇനി രണ്ടാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഹുമ എന്ന് കൊടുക്കണം, ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഹും എന്ന് കൊടുക്കണം. അപ്പോൾ ഹാദാ ഇബ്നുൻ, ഇത് ഒരു മകനാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണ്, രണ്ടും പറയാം. മകൻ എന്നുള്ളതാണ് ഷൂട്ടാവുക. ഹുവ ദാരിസും, അവൻ എന്താണ്, വിദ്യാർത്ഥിയാണ്, അങ്ങനെ പറയും. ഇനി ആറാമത്തത് ഡാഷ് ഇന്തക്ക കലമുൻ, ഇന്തക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്ത്, കലമുൻ പേന, നിൻ്റെ അടുത്ത് പേന ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കേണ്ടത്. ഉണ്ടോ, അതിന് ഹല്ലാണ് ഉപയോഗിക്കുക, മന്നാണ് ഉപയോഗിക്കുക. അതിന് നമ്മൾ ഹൽ എന്നാണ് ഉപയോഗിക്കുക അല്ലേ. ഹൽ ഇന്തക്ക കലമുൻ, നിൻ്റെ അടുത്ത് പേനയുണ്ടോ. ഇനി നിൻ്റെ അടുത്ത് പുസ്തകമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഹൽ ഇന്തക്ക കലമുൻ മാറ്റിയിട്ട് കിതാബ് എന്നാക്കുക. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? നുക്കമ്മിലു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ പൂർത്തീകരിക്കാനാണ്. ഒരു 3 പട്ടികയാണ് ഇവിടെ ഉള്ളത്. അതിൽ ആദ്യത്തെ പട്ടിക, ആദ്യത്തെ കള്ളിയിൽ കുറച്ച് സ്റ്റാർ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഷിയാ എന്ന് പറഞ്ഞാൽ വസ്തുക്കളാണ് അല്ലേ. ഇതിവിടെ കുറച്ച് വസ്തുക്കളുണ്ട്. പിന്നെ ബിൽ അർക്കാം, അതിൻ്റെ നമ്പർ ഇവിടെ എഴുതണം, നമ്പർ എഴുതണം. ബിൽ ഹുറൂഫ്, അത് അക്ഷരത്തിൽ ഇവിടെ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഉദാഹരണം നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഇവിടെ 3 സ്റ്റാർ ഉണ്ട്. 1 2 3 സ്റ്റാർ ഉണ്ട്. അതിനത് അവിടെ 3 എന്ന് കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അക്ഷരത്തിൽ സലാസത്തുൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. ഇനി അടുത്തത് ഒന്ന് എണ്ണി നോക്കാം. എന്താണ്? 1 2 3 4 5 6 7. ഇത് അറബിയിൽ ഉണ്ടാണെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് എഴുതാൻ വയ്ക്കും അല്ലേ. വാഹിദ് ഇത്നാനി സലാസ അർബ ഖംസ സിത്ത സബ. അപ്പോൾ നമുക്ക് സബ എങ്ങനെയാണ് നമ്പറിലിടുക? എന്താ ഇങ്ങനെയാണ് ഇടുക, സബ. അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തിരിച്ച് ഇങ്ങനെ ഇട്ടാൽ 8ആയി. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 7. ഇനി സബഅത്തുൻ എന്നാണ് എഴുതേണ്ടത് അല്ലേ. സബഅത്തുൻ, സബഅത്തുൻ ഇവിടെ എഴുതാം. എണ്ണുമ്പോൾ തന്നെ അറബിയിൽ എണ്ണിയാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നോക്കൂ, അടുത്തത് വാഹിദ് ഇസ്നാനി സലാസ അർബ ഖംസ സിത്ത സബ സമാനിയ തിസ് അഷറ 11 12 അല്ലേ. 11 12 എന്നും പറയാം. അതിൽ 12 12 അപ്പോൾ ഇവിടെ 12 എന്നിടുക. ഇനി 12 എന്ന് എഴുതാം, 12 എന്ന്. പിന്നെ അക്ഷരത്തിൽ എഴുതാം. ശ്രദ്ധിക്കേണ്ടത് ഈ 2 പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 2 ചില കുട്ടികൾ ഇങ്ങനെ ഇടാറുണ്ട്. ഇത് 16 6. അപ്പോൾ അത് തെറ്റാണ്. 12 കൃത്യമായി ശ്രദ്ധിച്ചിട്ട്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ ജംഅ എന്നാണ്. നക്തുബുൽ ജംഅ, ജം എഴുതാനാണ്. ജം ഇവിടെ മുഫ്രദാണുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്, ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ജം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവും, 2ൽ കൂടുതലുണ്ടാവും. അതിനാണ് ജം എന്ന് പറയാം. അത് അറബിയിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ സഹ്റത്തുൻ എന്നാണ് ഒന്നാമതായിട്ടുള്ളത്. സഹ്റത്തുൻ പുഷ്പം, പൂവ് എന്നൊക്കെ പറയാം അല്ലേ, ഫ്ലവർ. അപ്പോൾ അതിനെന്താണ്? പുഷ്പങ്ങൾ എന്നാക്കണം, ഫ്ലവേഴ്സ് എന്നാക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അതിൻ്റെ ജം അസ്ഹാറുൻ എന്നാണ്. സഹറത്തുൻ ജം
അസ്ഹാറുൻ പൂക്കൾ എന്നൊക്കെ പറയാം. ഇനി അൻതയാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത് അൻത എന്ന് പറഞ്ഞാൽ നീ. അതിനെ ജമ്മാക്കുമ്പോൾ നീ എന്ന് പറഞ്ഞ ഒരാളാണല്ലോ, അതിനെങ്ങനെ ജമ്മാക്കുക? കുറേ ആൾക്കാരോട് ഇങ്ങനെ പറയും, കുറേ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്നല്ല പറയാം. അപ്പോൾ അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൻതും അല്ലേ, അൻതും അങ്ങനെ ജമ്മാക്കാം. പിന്നെ കലമുൻ എന്നാണ് ഇവിടെ ഉള്ളത്. കലമുൻ പേന, കലമുൻ പേന. അപ്പോൾ പേനകൾ എന്ന് പറയണം. പേനകൾ എന്ന് എഴുതിയിരിക്കരുത്, അറബിയിലാണ് എഴുതേണ്ടത്. അക്ലാമുൻ എന്നാണ് പറയുക. എൻ്റെ ജംഅ് കലമുൻ, ജംഅ് അക്ലാമുൻ, പേനകൾ. ഇനി ത്വാവിലത്ത് എന്നാണ് അടുത്തത്. ത്വാവിലത്ത് എന്ന് പറഞ്ഞാൽ മേശ. അത് മുഫ്രദാണ്, ഒന്നുള്ളൂ. ഇനി അതിനെ എങ്ങനെ ജമ്മാക്കും? മേശകൾ എന്നാണ് വരണം. അപ്പോൾ ത്വാവിലാത്തുൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ത്വാവിലാത്തുൻ, മേശകൾ എന്നായി. അങ്ങനെ ജംഅകളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പുസ്തകത്തിൽ പല ഭാഗങ്ങളിലും പല ജംഅകളും പഠിച്ചിട്ടുണ്ട്. ഈ പേപ്പറിൽ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. പുസ്തകത്തിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ ഒരു ആക്ടിവിറ്റി എന്താണ്? നുക്കമ്മിലു അൽ ജദ്വൽ. നുക്കമ്മിൽ ജദ്വൽ, പട്ടിക പൂർത്തീകരിക്കാനാണ്. ഇവിടെ ഫസ്റ്റ് നോക്കൂ, ഹുവ ഉണ്ട്. ഹുവ, ഹുമാ. ഹുവ പറഞ്ഞാൽ അവൻ, ഒരാളാണ്. ഹുമ പറഞ്ഞാൽ അവർ, 2 പേര്. ഇത് 1, ഇത് 2. ഇനി ഇവിടെ അവർ കുറേ ആൾക്കാരുമാണ്, ജമ്മാണ് വേണ്ടത്. ഇനി നമ്മൾ എന്താ പഠിച്ചത്? ഹും എന്നാണ് പഠിച്ചത് അല്ലേ. ഹും എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ആൾക്കാരുണ്ടാകും. 2+ എത്രയാവാം. പിന്നെ 3 എന്നില്ല, 3, 4, 5, 10 പഠിച്ചത്ര എന്താണ്? ജം ആണ്. അപ്പോൾ 2+. അടുത്തത് ഇവിടെ ഒരു കള്ളി വിട്ടു പോയിട്ടുണ്ട്. ഇത് ഒരു കള്ളിയും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇത് കൃത്യമാവുള്ളൂ. അഥവാ ഹും കഴിഞ്ഞാൽ പിന്നെ ഹിയ എന്നിവിടെ വരണം. അവൾ എന്ന് പറയണം. അവൾ, ഒരാൾ. ഇത് ആദ്യത്തതൊക്കെ ആണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അവൻ, അവർ, 2 പേർ, അവരെല്ലാവരും, ഇതൊക്കെ ആണുങ്ങളെ. ഇനി പെണ്ണുങ്ങളെ സൂചിപ്പിക്കാൻ ഹിയ അല്ലേ. ഇവിടെ 2 പെണ്ണുങ്ങളെ സൂചിപ്പിക്കാൻ അവർ, 2 സ്ത്രീകൾ, അല്ലെങ്കിൽ അവർ 2 പേർ എന്ന് പറയാൻ ഹുമാ. 2 ആണുങ്ങൾക്കും 2 പെണ്ണുങ്ങൾക്കും ഹുമാ എന്ന് തന്നെയാണ് പറയുക, കുഴപ്പമില്ല. പിന്നെ ഇനി 2ൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർ കുറേ സ്ത്രീകൾ എന്നുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ഹുന്ന. അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ്? ഹുമാ അല്ല, ഹും എന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഹിയ, ഹുമാ, അത് 2ഉം ചേർക്കാനുണ്ട് ഇവിടെ. ആദ്യത്തെ 3 ആണിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത ഈ 3 പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്, പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. മുദക്കർ, മുഅന്നസ് എന്നൊക്കെ പറയും. അത് തങ്ങൾ വലിയ ക്ലാസ്സിൽ മനസ്സിലാക്കും. ഇനി ഇവിടെ രണ്ടാമത്തത് എന്താണ്? യൗമുൽ അഹദ്. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി, പിന്നെ 2 എണ്ണ ഇതാനുണ്ട്. പിന്നെ ലാസ്റ്റ് യൗമുൽ ഖമീസ് എന്നുണ്ട്. യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞായറാണ്, ഞായറാഴ്ച, ഞായർ. യൗമുൽ ഇസ്നൈനി പറഞ്ഞാൽ തിങ്കളാണ്. അപ്പോൾ ഇനി ചൊവ്വയാണ് അടുത്തത് വേണ്ടത് അല്ലേ. ചൊവ്വാഴ്ചക്ക് എന്താ പറയുക? യൗമുൽ ഇസ്നൈനി പറഞ്ഞാൽ യൗമു സലാസ എന്നാണ് പറയുക. യൗമു സലാസ ദിവസങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇനി ബുധനാണ് അടുത്തത് വരേണ്ടത്. ബുധൻ എന്താ പറയുക? യൗമുൽ അർബിഅ എന്നാണ് പറയുക. യൗമുൽ അർബിഅ എന്ന് പറയും. അർബഅ എന്നല്ല, അർബിഅ, ബുധൻ. പിന്നെ യൗമുൽ ഖമീസ് എന്താ? വ്യാഴം. അതിവിടെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അഹദിലെ 1ാമത്തെ ദിവസം 1, ഇസ്നൈനി 2, പിന്നെ സലാസ 3, പിന്നെ അർബിഅ 4. അതുവരെ ഒരേപോലെയാണ് വരുന്നത്. പിന്നെ അടുത്തൊക്കെ മാറും. വ്യാഴം, ഖമീസ്. എന്നാൽ 5ഉം ഏകദേശം അതേപോലെ തന്നെ. ഖംസ, ഖമീസ് അല്ലേ. അടുത്ത 2ആണ് വ്യത്യാസം. യൗമുൽ ജുമുഅ വെള്ളി, യൗമുൽ സബ്ത് ശനി. അത് മനസ്സിൽ വെക്കുക. ഇനി അടുത്തൊരു ആക്ടിവിറ്റി 6ാമത്തത് നസ്ഇലു ബിളിദ്ദിൻ മുനാസിബിൻ. നസ്ഇലു ബിളിദ്ദിൻ മുനാസിബിൻ, യോജിച്ച വിപരീത പദം കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനാണ്. അമാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മുൻഭാഗത്തിനാണ് അമാം എന്ന് പറയാം അല്ലേ. ഉസ്താദന്മാരൊക്കെ നിങ്ങൾ ചെയ്യണ്ടല്ലോ. എന്ത്? ഖും, യമീൻ, അമാം, ഷിമാൽ, അതൊക്കെ പറയണ്ടല്ലോ. വറ ഒക്കെ പറയുന്നുണ്ടല്ലോ.
അപ്പോൾ അമാം എന്ന് പറഞ്ഞാൽ മുൻഭാഗമാണ്, യമീൻ എന്ന് പറഞ്ഞാൽ അമാം മുൻഭാഗം, യമീൻ വലതുഭാഗം, ഫൗഖ പറഞ്ഞാൽ മുകളിൽ അല്ലേ മുകൾ ഭാഗം, തഹ്ത പറഞ്ഞാൽ അടിഭാഗം, വറാ പിൻഭാഗം, ഷിമാൽ ഇടതുഭാഗം. അപ്പോൾ ഇതെങ്ങനെ യോജിപ്പിക്കും? അമാമ പറഞ്ഞാൽ മുൻഭാഗമാണ്, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതെന്താ വരിക? അമാമ് മുൻഭാഗമാകുമ്പോൾ പിൻഭാഗമാണല്ലോ വരിക, അതിന് വറാ എന്നാണ് പറയുക, പിൻഭാഗം. ഇതിനെ യമീന് വലതുഭാഗമാണ്, അപ്പോൾ അതിൻ്റെ ഇടത് ഭാഗമാണ് വരിക, അപ്പോൾ അത് ഷിമാൽ ഇടത് ഭാഗം. പിന്നെ ഏതാണ്? ഫൗഖ മുകൾ ഭാഗത്തിനാണ് ഫൗഖ എന്ന് പറയാം, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതെന്താ വരിക? അടിഭാഗം, അപ്പോൾ ഏതാ? തഹ്ത എന്നാണ്, തഹ്ത. അപ്പോൾ നമുക്കതിങ്ങനെ യോജിപ്പിക്കാം. ഇനി 7ാമത്തെ ആക്ടിവിറ്റി നുഅരിബു, അറബിയാക്കാനാണ്, അറബിയാക്കാൻ. അതിൽ 1ാമത്തെ ചോദ്യം എന്താണ്? 5 വാതിലുകൾ. 5 വാതിലുകൾ. 5 എന്നുള്ളതിന് എന്താണ് പറയുക? ഖംസത്തുൻ എന്നല്ല പറയാം, 5. അപ്പോൾ നമുക്കത് എഴുതാം, ഖംസത്തു വാതിലുകളാണ്. വാതിൽ എന്നുള്ളതിന് ബാബുൻ. പക്ഷേ ഇവിടെ ഒരു വാതിലല്ല, കുറേ എണ്ണുണ്ട്, 5 എണ്ണുണ്ട്. 2ൽ കൂടുതലുണ്ടാകുമ്പോൾ അതിൻ്റെ ജം എഴുതി കൊടുക്കണം. അബ്വാബിൻ എന്നാണ്, അബ്വാബിൻ. ഖംസത്തു അബ്വാബിൻ, 5 വാതിലുകൾ. ഇനി 2ാമത് എന്താ? ബാഗ് മേശപ്പുറത്താണ്, ബാഗ് മേശം മേലാണ് എന്നൊക്കെ പറയാം. ബാഗിന് എന്താ പറയുക? അൽ ഹഖീബത്തു എന്നല്ല പറയാം ബാഗിന്, അൽ ഹഖീബത്തു ബാഗ്. ഇനി എവിടെയാണ്? മേശപ്പുറത്താണ് എന്നാണ്. അപ്പോൾ ഏതാണ് നമ്മൾ വയ്ക്കുക? അല ത്വാവിലെത്തി, അല. അപ്പം മേൽ അല്ലെങ്കിൽ പുറത്ത്, അതിൻ്റെ മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ അലല്ല ഉപയോഗിക്കുക. പിന്നെ ത്വാവിലത്താണ് മേശക്ക് പറയാം, അല ത്വാവിലെത്തി, അൽ ഹഖീബത്തു അല ത്വാവിലെത്തി, ബാഗ് മേശപ്പുറത്താണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ അല ഇങ്ങനത്തെ സംഭവങ്ങൾ, ഫി, അല, ഇല അങ്ങനത്തെ ഒക്കെ വന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇസ്മിൻ്റെ അവസാനം കെസർ കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ഏത് വന്നാലും അങ്ങനെ ചെയ്യണം. ഇനി അടുത്തത് 8ാമത്തത് നുതർജിമു എന്നാണ്. നുതർജിമു പരിഭാഷപ്പെടുത്താനാണ്. പരിഭാഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതുക എന്നർത്ഥം. അതിൽ 1ാമത്തത് തിസ്അത്തു കുത്തുബിൻ എന്നാണ്. തിസ്അത്തു പറഞ്ഞാൽ 9 ആണ് അല്ലേ, 9 എന്താണ്? കുത്തുബിൻ, കിതാബ് പുസ്തകം. 9 ആയതുകൊണ്ടാണ് അതിൻ്റെ ജം എടുത്തത്, കുത്തുബിൻ പുസ്തകങ്ങൾ. അപ്പോൾ 9 പുസ്തകങ്ങൾ എന്നാണ് പറയുക, 9 പുസ്തകങ്ങൾ. ഇനി 2ാമത്തത് യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകും അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെ പറയാം അല്ലേ. മാജിദുൻ, മാജിദ് എവിടേക്ക്? ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. ഇല എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? മാജിദ് മദ്രസയിലേക്ക്. ഇനിയിപ്പോൾ മദ്രസ എന്നുള്ളത് സ്കൂളിൽ നിന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മാജിദ് മദ്രസയിലേക്ക്, ഇവിടെ പുള്ളില്ല, മദ്രസയിലേക്ക് പോകും അല്ലെങ്കിൽ പോകുന്നു, അങ്ങനെ 2 രൂപത്തിലും എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.